ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാറുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് എന്ന രീതിയിലാണ് ഞാൻ ദിവസവും പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം കിട്ടുന്നുണ്ട് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നാലും ഇന്ന് 2025 ജൂൺ 27 വെള്ളിയാഴ്ചയാണ്. ഒരു ആഴ്ചയുടെ അവസാനമാണ്. അതുപോലെ മാർക്കറ്റിൽ ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് എക്സ്പയറി ഡേ ആണ് ഇന്നലെ കഴിഞ്ഞത്. എന്തായാലും വളരെ മികച്ചൊരു ദിവസമായിരുന്നു ഇന്നലെ. എന്തായാലും നോക്കാം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോകണമെങ്കിൽ ആദ്യമായിട്ടൊരു ഫ്രോഡ് കേസിൻ്റെ ന്യൂസാണ് ഷെയർ ചെയ്യാനുള്ളത്. 4.5 കോടി രൂപയാണ് കണ്ണൂർ ഒരു ഡോക്ടറിന് നഷ്ടമായിരിക്കുന്നത്. അതായത് പണം ഇരട്ടിപ്പിക്കൽ എന്ന് പറയുന്ന ആ മെത്തേഡിലൂടെ. ഇതിൻ്റെ വിശദമായ വാർത്തകൾ ഞാൻ വായിക്കാൻ പോയില്ല, കാരണം ആ പണം നഷ്ടപ്പെട്ട മനുഷ്യന്, അയാൾ എത്ര തന്നെ വരുമാനമുള്ള ആളായാലും, പക്ഷെ ഒരു പണം നഷ്ടപ്പെട്ട് ഒരാൾ നമ്മളെ പറ്റിച്ചു എന്ന ഒരു മാനസികാവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടെങ്കിലും 100 രൂപയാണ് നമ്മളെ ഒരാൾ പറ്റിച്ചെടുത്തു എന്നറിയുമ്പോൾ അതുണ്ടാക്കുന്ന ഷോക്ക് ഭയങ്കരമാണ്. അപ്പം എന്തായാലും ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പണം നഷ്ടപ്പെട്ട ആളിൻ്റെ മാനസികാവസ്ഥ, അതിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഫ്രോഡ് കേസുകളിൽ ചെന്ന് പെടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണം നഷ്ടപ്പെട്ടതിന് ശേഷം ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അദ്ദേഹം പണം നഷ്ടപ്പെടുന്നതിന് മുൻപേ ആരോടും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഒരു സൈക്കോളജിക്കൽ ഒരു അപ്രോച്ചാണ് ഈ ഫ്രോഡുകൾ ചെയ്യുക. കാരണം വേറൊരു രീതിയിൽ ചിന്തിക്കാൻ ഒരു സ്പേസ് കൊടുക്കാതെ ഇതിലേക്ക് തന്നെ ആ ഇരയുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫ്രോഡുകൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് മാനസികമായി ഒരു എന്താ പറയുക, കടിഞ്ഞാണിൻ്റെ പുറകിൽ എത്തിച്ചു എന്ന് വേണം ചിന്തിക്കാൻ വേണ്ടി. അല്ലാതെ ഇത്രയൊന്നും അധികം കാശ് ആരും തന്നെ എടുത്തു കൊടുക്കില്ല ഒരു അറിവില്ലാത്ത ഒരാൾക്ക് എന്നുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ലഭിച്ചു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരം ഫ്രോഡുകൾ എല്ലായിടത്തും ഉണ്ട്. നിങ്ങളുടെ പണം ഏതെങ്കിലും രീതിയിൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനികളിലേക്ക് കൃത്യമായി നിങ്ങളുടെ അറിവ്, ഒന്നുകിൽ അതിൻ്റെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങളുടെ മൊത്തം സമ്പാദ്യം എടുത്തിട്ട് അവർക്ക് നിക്ഷേപത്തിന് കൊടുക്കാതെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് ബോധ്യമുള്ള ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ ഇത്തരം നിക്ഷേപങ്ങൾക്ക് ഉപയോഗിക്കുക. ഒരിക്കലും 100% നിങ്ങളുടെ സമ്പാദ്യം, വീടും പറമ്പും ആധാരം ഒക്കെ എടുത്തിട്ട് ഒരാളെ നിക്ഷേപമായിട്ട് ഏൽപ്പിക്കരുത്. അത് എന്തു തന്നെ പൊന്നു വിളയുന്ന പാടമായാലും അതിൽ നിക്ഷേപിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. NSE ഒരു പുതിയ ഫ്യൂച്ചേഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. മന്ത്ലി ഇലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സാണ് അത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിനകത്ത് മെയിൻലി ഇത് ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. മെയിൻലി പറയാനുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവരി മിനിറ്റ് എന്നുള്ള ടെലിഗ്രാം ചാനലാണ്. അത് ഫ്രീ ആണ്. നിങ്ങൾ പരമാവധി അതിനകത്ത് ന്യൂസുകൾ, എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസും അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സോ പരമാവധി അത് ഉപയോഗപ്പെടുത്തുക. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഇന്നലെ ഗ്രീനിൽ അവസാനിച്ച്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ മാർക്കറ്റ് ഗ്രീനിലാണ് അവസാനിച്ചത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 25,697. മാർക്കറ്റ് കയറിപ്പോയ പോക്കുണ്ടല്ലേ. ഇന്നിപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് ഏകദേശം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ്. 25,714 ഓപ്പൺ ആയിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി 25,722 ട്രേഡിംഗ് നടക്കുന്നത്. എന്തായാലും നല്ലൊരു ബ്രേക്കൗട്ടാണ് ഉണ്ടായിരിക്കുന്നത്. നല്ലൊരു റാലിയാണ് ഇന്നലെ കിട്ടിയത്. ഒട്ടുമിക്ക ആൾക്കാരും 3 ഇരട്ടിയും 4 ഇരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ അത്രയും ലോസ് വന്നാൽ പറയാറില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് വന്ന മെസ്സേജുകളിൽ ഭയങ്കരമായിട്ട് ഒരുപാട് താങ്ക് യു മെസ്സേജ് ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലെ 25,525 മാസം മാർക്കറ്റ് എത്തേണ്ടതാണ് എന്നൊരു ന്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിച്ച് ഒത്തിരി പേര് ട്രേഡ് ഹോൾഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഒരിക്കലും അങ്ങനെ ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്. അതുപോലെ എന്താ പറയുക, ഗാംബ്ലിങ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഒരുപാട് പേർക്ക് കാശ് കിട്ടി, ഇന്നലെ ഭയങ്കര നല്ല ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം അത്രയൊക്കെ തന്നെ അവർക്ക് നഷ്ടപ്പെടുമ്പോൾ അവർ മിണ്ടാതെ കരഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നിട്ടുണ്ടാവും. പ്രോഫിറ്റ് വന്നപ്പോൾ അവർ ഹാപ്പിയായി, അത് ഷെയർ ചെയ്തു. എന്തായാലും ഷെയർ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ബാലൻസ്ഡ് ട്രേഡ് ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് കമ്മോഡിറ്റീസിലേക്ക് പോകുകയാണെങ്കിൽ, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ചെറുതായിട്ട് വീണ്ടും വർദ്ധിച്ചു. ഇന്നലെ 63 ആയിരുന്നു, ഇന്ന് 65-60 ആയിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, $3,329 ആയിട്ടുണ്ട്. ബിറ്റ് കോയിൻ്റെ പ്രൈസും വീണ്ടും കുറഞ്ഞു, 1,06,990 ആയിട്ടുണ്ട്.
ഇന്ത്യൻ രൂപ വീണ്ടും പച്ച പിടിച്ച് കയറുന്നുണ്ട്. ഇവിടെ ഞാൻ ഇന്ത്യൻ രൂപയുടെ ഇതിനകത്ത് കളറ് ഒഴിവാക്കാൻ പറഞ്ഞതാണ്. സോ അത് ഒരേ കളറിൽ തന്നെ, കാരണം അത് റെഡ് ഗ്രീൻ കാണിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതിയിട്ടാണ്. സോ 85.70, ഇന്നലെ 86.06 ആയിരുന്നു, ഇന്ന് 85.72 എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചവിട്ടി പിടിച്ച് കയറുന്നുണ്ട്. ഗ്ലോബൽ ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുറേ ഈവൻറ്റുകളുണ്ട്. ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡെപ്പോസിറ്റ് ഗ്രോത്ത്, FX റിസർവ് USD, ഈ 3 ഡാറ്റയും ഇന്ത്യയിൽ നിന്ന് വരാനുള്ളതാണ്. ബാക്കിയെല്ലാം US എന്നുള്ളതാണ്. US നിന്ന് ഫെഡ് ബാലൻസ് ഷീറ്റ്, റിസർവ് ബാലൻസ് വിത്ത് ഫെഡറൽ റിസർവ് ബാങ്ക്സ്, കോർ PCE പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത്, കോർ PCE പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ, PCE പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ, PCE പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത്, ദെൻ പേഴ്സണൽ ഇൻകം, പേഴ്സണൽ സ്പെൻഡിങ്, റിയൽ പേഴ്സണൽ കൺസപ്ഷൻ, ഡെലാസ് ഫെഡ് PCE, മിഷിഗാൻ 1 ഇയർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ്. ഇത്രയും ഡാറ്റകളാണ് US നിന്ന് വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ഇന്നില്ല. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റ് കിട്ടാൻ കൃത്യം 8 മണിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള ടെലിഗ്രാം ചാനലിൽ 8 മണിക്ക് നോക്കിയാൽ മതി. അതിനകത്ത് കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. FNO ബാനിൽ വന്നിരിക്കുന്നത് ഇന്ന് സ്റ്റോക്കുകളൊന്നുമില്ല. ഇതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, ഇന്നലെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ എക്സ്പയറി കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ ഓപ്പണിംഗ് ആണ്. സോ അവിടെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ദെൻ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ്, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12,594 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 195 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 12,399 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മികച്ച, അത് ലൈവ് മാർക്കറ്റിൽ തന്നെയാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് അങ്ങനെ കത്തിക്കയറിപ്പോയത്. നല്ല പ്രോഫിറ്റ് എല്ലാവരും വാരിയിട്ടുണ്ട്. ചെറിയ പ്രോഫിറ്റ് ഒന്നല്ല, 100% കൂടുതലുള്ള പ്രോഫിറ്റുകൾ തന്നെയാണ് സാധാരണ ട്രേഡേഴ്സ് എടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് സെക്ടറൽ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ, സെക്ടറൽ പെർഫോമൻസ് IT മീഡിയ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്നലെ IT മീഡിയ റിയാലിറ്റി ഈ 3 ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചത്. ETF ഫാർമ ബീസിൽ മൂവ്മെൻറ്റ് ഉണ്ടായില്ല. ITBs നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ദെൻ ബയേഴ്സ് മാത്രം ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഡയമണ്ട് പവർ, തോമസ് കോട്ട്, ഓർബിറ്റ് എക്സ്പോർട്സ്, ഇഷാൻ ഡൈസ്, HP സ്റ്റോക്ക് ഹോൾ, ഇൻസ്വിഫ്റ്റ്, ശങ്കർ ലാൽ റാം, സെൻറ്റം ഇലക്ട്രോൺ, ABM ഇന്റർ, ജയ് ബാലാജി ഇൻഡസ്ട്രീസ്. ഇത്രയും സ്റ്റോക്കുകളാണ് ബയേഴ്സ് മാത്രം, അല്ലെങ്കിൽ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. സെല്ലേഴ്സ് മാത്രം ഉണ്ടായിരുന്നത് AYM, സിൻടെക്സ്, ഹിന്ദ് റെക്ടിഫയേഴ്സ്, വോക്ക് ഹാർഡിറ്റ്, then Suriksha Diagno, Fert and Chemicals, Oshia Hyperita, Umang Dairies. ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റോക്കുകളാണ്, ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുകളാണ്. എൻഡ്യൂറൻസ് ടെക്, എൻവിറോ ഇൻഫ്ര, ദെൻ അബൻസ് ഫിനാൻഷ്യൽ. ഈ എൻഡ്യൂറൻസ് ടെക് എന്നുള്ളത് 2,630 രൂപ പ്രൈസുള്ള നല്ല സ്റ്റോക്കാണെന്ന് തോന്നുന്നു. അതിലും സെല്ലേഴ്സ് മാത്രമാണ് ഇന്നലെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ദെൻ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 280 പോയിന്റ് ഇൻട്രാഡേയിൽ മുന്നേറ്റത്തിൽ 25,549 ക്ലോസ് ചെയ്തു. ഈ ആഴ്ച നിഫ്റ്റിയിൽ 609 പോയിന്റിൻ്റെ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാസത്തിൽ 879 പോയിന്റിൻ്റെ മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഫിൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് എല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR 1.32 ആണ്, ക്ലിയർലി ബുള്ളിഷ് മോഡാണ് അത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 25,550 1,94,000 വന്നിരിക്കുന്നത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത് 25,500 1,86,000 ഉള്ളത്. അപ്പോൾ 550, 500 എന്നുള്ള ഇന്നലെ എക്സ്പയറി ആയതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവും, കാരണം അവിടെ ബിൽഡപ്പായി വന്നത്. വിക്സ് വന്നിരിക്കുന്നത് 12.59 സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് 25,549. ഇനി ഇന്നത്തേക്കുള്ള ട്രേഡിങ്ങിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ CPR വന്നിരിക്കുന്നത് 25,504, 458, 413. വളരെ വൈഡായിട്ടുള്ള CPR ആണ്. ഏകദേശം 90 പോയിൻറ്റിൻ്റെ 88 പോയിൻറ്റ് 89 പോയിൻറ്റോളമുള്ള 91 പോയിൻറ്റിൻ്റെ ഒരു CPR ആണ് വന്നിരിക്കുന്നത്. നോ ട്രേഡ് സോൺ നോക്കുകയാണെങ്കിൽ 25,416, 25,406 എന്ന രീതിയിൽ ഒരു 10 പോയിൻറ്റിൻ്റെ നോ ട്രേഡ് സോണാണ്. അപ്പോൾ നോ ട്രേഡ് സോൺ
CPRൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ലോവർ CPRൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 25,406 മുതൽ 504 വരെയുള്ള 98 പോയിന്റ് നമുക്ക് നോ ട്രേഡ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇതിനകത്താണെങ്കിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇന്ന് ആക്റ്റീവായിട്ടുള്ള ട്രേഡേഴ്സ് കുറവായിരിക്കും, കാരണം വീക്കെൻഡും കൂടിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇന്നലെ മികച്ച ഒരു റാലി കിട്ടിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഇന്നലെ പ്രോഫിറ്റ് എടുത്തവരൊക്കെ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവില്ല. കൂടാതെ ഇന്ന് മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി സൈഡ് വേസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇതുവരെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് മാർക്കറ്റ് സൈഡ് വേസ് ആവണം നിർബന്ധമൊന്നുമില്ല. മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് ചിലപ്പോൾ ബുള്ളിഷ് ആവും, ചിലപ്പോൾ ബെയറിഷ് ആവും. പക്ഷേ ഇതുവരെ കണ്ടത് ഇങ്ങനെയാണ്. സോ 24,406ൻ്റെയും 25,406ൻ്റെയും 25,504ൻ്റെയും ഇടയിൽ ഒരു 100 പോയിന്റിൻ്റെ ഇടയിൽ നിങ്ങൾ മാർക്കറ്റ് നിൽക്കുന്നത് കണ്ടാൽ ട്രേഡ് എടുക്കാതെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കുക, അങ്ങ് മാറിയേക്കുക. ഓക്കെ, അത് 500 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കയറിക്കോളൂ. 504 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 721 വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 217 പോയിന്റിൻ്റെ ഒരു അപ്പർ സൈഡ് മൂവ്മെൻറ്റിന് എല്ലാവിധ സാധ്യതയുണ്ട്. ഇനി അതല്ല താഴോട്ടാണ് ഇടിഞ്ഞുകൊത്തി വരുന്നതെങ്കിൽ 406 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 25,377 വരെ ഇറങ്ങാനാണ് സാധ്യത. പക്ഷെ അത് ഒരു ഭയങ്കര കോമഡിയാണ്. കാരണം 406 ഇറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ഒരു 25 പോയിന്റേ അത് പോകുള്ളൂ, അല്ലെങ്കിൽ 31 പോയിന്റേ താഴോട്ട് പോകുള്ളൂ. അപ്പോൾ അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് അവിടെ ലോവർ ലെവൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറി വരും. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു സ്പൈക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഇന്നത്തെ എല്ലാ സിഗ്നലും കാണിക്കുന്നത് ഒന്നുകിൽ സൈഡ് വൈസ് അല്ലെങ്കിൽ മുകളിലോട്ട് തന്നെ മാർക്കറ്റ് പോകും എന്നാണ്. താഴോട്ട് ഇടിഞ്ഞ് വരാനുള്ള സാധ്യത 99% കുറവാണ്. അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് മാർക്കറ്റ് ഇതുവരെയുള്ള ടെക്നിക്കൽ ഇത് കാണും. ന്യൂസൊന്നും പ്രത്യേകിച്ചൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളൊന്നും തന്നെ ഇവിടെ കണ്ടിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇന്ന് ബുള്ളിഷായിട്ട് തന്നെ പോവും, അല്ലെങ്കിൽ സൈഡ് വൈസ് ആയിരിക്കും. എന്തായാലും 24,400ൻ്റെ 500ൻ്റെ ഇടയിൽ ട്രേഡ് ഒഴിവാക്കുക. 500ൻ്റെ 505 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ അവിടെ വെച്ച് വണ്ടി കയറിക്കൊള്ളുക. ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ആകുമ്പോൾ ഇറങ്ങിക്കൊള്ളുക. ഇന്ന് ഫ്രൈഡേ ആണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രോഫിറ്റിന് വേണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ ലോസ് ഒരുപാട് കൂട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സൈറ്റഡ് ആവുന്നു. ഇന്നലെ ഞാൻ കണ്ടു, എനിക്ക് 70ഓളം മെസ്സേജസ് ഇന്നലെ വന്നു. ഒന്ന് ഞാൻ പറഞ്ഞ ആ ഒരു 525 ലെവൽ എത്തി എന്നതുകൊണ്ടുള്ള ആ ഒരു ഹാപ്പിനെസ്. രണ്ടാമത്തെ കുറേ പേർക്ക് 5 times ഒക്കെ പ്രോഫിറ്റ്, അതായത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ള രീതിയിൽ 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അവരുടെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പം സന്തോഷമാണ്. പക്ഷേ അവിടെ ഞാൻ ചിന്തിച്ചത് ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം അവർ അത്ര തന്നെ കാശ് പല പ്രാവശ്യം കളഞ്ഞ് ചിലപ്പോൾ വാഷ് ഔട്ടായി സൈഡായ സമയത്തായിരിക്കും ഒരു തവണ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ചൂണ്ടയിൽ നമുക്ക് പിടിക്കേണ്ട മീൻ എത്രയാണോ അത്രയും തന്നെ വലിയ ഇര കോർത്ത് നമ്മൾ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കാലിയായി പോകും. സോ കെയർഫുള്ളായിട്ട് ചെറിയ ഇര കോർത്ത് ചൂണ്ടയിടുക, വലിയ മീനിനെ പിടിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഗാംബ്ലിങ് അല്ലെങ്കിൽ ഊഹക്കച്ചവടങ്ങൾ ഒഴിവാക്കുക, സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. നാളെ മീൻസ് തിങ്കളാഴ്ച. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.